നമസ്കാരം, ഞാൻ ആര്യ സുരേന്ദ്രൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. ക്രമക്കേടിൽ മറുപടി. തുറമുഖ ഡയറക്ടറായിരിക്കെ ക്രമക്കേട് നടന്നെന്ന CAG റിപ്പോർട്ടിൽ മറുപടിയുമായി ജേക്കബ് തോമസ്. തനിക്കെതിരായ റിപ്പോർട്ടിൽ വിശദീകരണം നൽകേണ്ടത് അന്നത്തെ സർക്കാർ എന്ന് പ്രതികരണം. കപ്പൽ ഓടിക്കാൻ അറിയാത്ത തന്നെ ഡയറക്ടറാക്കിയവർ മറുപടി നൽകണം. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നും ജേക്കബ് തോമസ്. IMG ഡയറക്ടർക്കെതിരായ CAG റിപ്പോർട്ട് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ വകുപ്പ് ആസ്ഥാന നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ നടത്തിയെന്ന്. കെട്ടിട നിർമ്മാണത്തിന് കോർപ്പറേഷന്റെ അനുമതി വാങ്ങിയിരുന്നില്ലെന്നും 1.93 കോടി മുടക്കി നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ നാശത്തിന്റെ വക്കിലെന്നും റിപ്പോർട്ടിൽ പരാമർശം. കൊടുങ്ങല്ലൂരിലെ ഓഫീസിൽ കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചതിലും ക്രമക്കേട്. സോളാർ പാനൽ നിർമ്മാണത്തിൽ ജേക്കബ് തോമസ് ഫണ്ട് വകമാറ്റിയെന്നും ഗുണനിലവാരം ഉറപ്പാക്കാതെ പണം നൽകിയെന്നും ആരോപണം. തുറമുഖ ഡയറക്ടറായി ജേക്കബ് തോമസ് പ്രവർത്തിച്ചത് 2009 മുതൽ 2014 വരെ. വോട്ടെണ്ണൽ വൈകുന്നു. ഗുജറാത്ത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ വൈകുന്നു. കൂറുമാറിയ MLA-മാരുടെ വോട്ടുകൾ റദ്ദാക്കണമെന്ന് കോൺഗ്രസ്. വോട്ട് ചെയ്ത ശേഷം 2 MLA-മാർ ബാലറ്റ് പേപ്പർ അമിത്ഷായെ കാണിച്ചെന്ന് ആരോപണം. വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. വട്ടം ചുറ്റിച്ച് പൾസർ. നടിയെ ആക്രമിച്ച കേസിൽ പോലീസിനെ വട്ടം ചുറ്റിച്ച് പുതിയ വെളിപ്പെടുത്തലുമായി പൾസർ സുനി. നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയ മാഡം കെട്ടുകഥയല്ലെന്ന് പുതിയ വെളിപ്പെടുത്തൽ. മാഡം സിനിമാ രംഗത്ത് നിന്നുള്ള ഒരാൾ. ജയിലിൽ കിടക്കുന്ന VIP ഈ മാസം 16 മുൻപ് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ താൻ വെളിപ്പെടുത്തുമെന്നും സുനി. മുൻ നിഗമനങ്ങളെ തള്ളുന്ന പൾസറിന്റെ വെളിപ്പെടുത്തൽ ആശങ്കയോടെ അന്വേഷണ സംഘം. ഫെനി ബാലകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൾസറിനെ ചോദ്യം ചെയ്തെങ്കിലും ഇതു സംബന്ധിച്ച സൂചനകൾ ലഭിച്ചിരുന്നില്ലെന്ന് പോലീസ്. കേസ് ആസൂത്രണം ചെയ്തത് ഈ മാഡമെന്നും കുന്നംകുളം കോടതിയിൽ മാധ്യമങ്ങളോട് സുനി. അതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ഈ മാസം 22 വരെ താരം ജയിലിൽ തുടരണമെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി. ഐസക്കിന്റെ വിശദീകരണം. GST സംബന്ധിച്ച CPM MLA-മാരുടെ വിമർശനത്തിന് മറുപടിയുമായി തോമസ് ഐസക്. GST-യിലെ നിലപാടുകൾ പാർട്ടി അംഗീകാരത്തോടെയെന്ന് പ്രഖ്യാപനം. പാർലമെന്റിൽ MP-മാർ എതിർത്തത് പാർട്ടി തീരുമാനം അനുസരിച്ച്. തന്റെ ശ്രമങ്ങൾ GST കേരളത്തിന് അനുകൂലമാക്കാനായിരുന്നു എന്നും സംസ്ഥാന ധനമന്ത്രി. വിശദീകരണം. GST സംഘപരിവാറിന്റെ കാഴ്ചപ്പാടെന്നും സംസ്ഥാനത്തിന്റെ നഷ്ടം പരിഹരിക്കുമെന്ന കേന്ദ്ര വാഗ്ദാനത്തെ വിശ്വസിക്കരുതെന്നുമുള്ള M. സ്വരാജ് MLA-യുടെ ആരോപണത്തിന് മറുപടിയായി. GST-ക്ക് പിന്നിൽ RSS അജണ്ടയെന്ന സുരേഷ് കുറുപ്പും മോദി എന്ന വർഗീയ ഭ്രാന്തനേക്കാൾ ആവേശമാണ് GST നടപ്പാക്കുന്നതിൽ ഐസക്കിനെന്ന് PC ജോർജും. പട്ടിക കൈമാറി നേതാക്കൾ. കേരളത്തിൽ അക്രമ സംഭവങ്ങൾ ഇടത് ഭരണത്തിൽ കൂടുകയാണെന്ന അരുൺ ജെയ്റ്റ്ലിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇടത് MP-മാർ. കേരളത്തിൽ RSS അതിക്രമത്തിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകരുടെ പട്ടിക കൈമാറിയ നേതാക്കൾ അക്രമ സംഭവങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയെ കാണാൻ സമയം അനുവദിക്കണം. കൊലപാതകങ്ങൾ ഏകപക്ഷീയമല്ലെന്ന് അറിയാമെന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞതായും കേരളത്തിലെ ഇടത് MP-മാർ. അതേസമയം തലസ്ഥാനത്തെ BJP ഓഫീസ് ആക്രമണത്തിൽ തെളിവെടുപ്പ് നടത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നേതാക്കൾക്ക് അസൗകര്യം. മെഡിക്കൽ കോഴ വിവാദത്തിൽ BJP നേതാക്കൾക്ക് കുരുക്കുമുറുകവേ. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് ഹാജരാകില്ലെന്ന് KP ശ്രീശനും AK നസീറും. അസൗകര്യം കാരണം ഈ മാസം 22-ന് ഹാജരാകാമെന്ന് വിജിലൻസിനോട് നേതാക്കൾ. കോഴ ആരോപണം അന്വേഷിക്കാൻ BJP നിയോഗിച്ച കമ്മീഷൻ അംഗങ്ങളാണ് ശ്രീശനും AK നസീറും. വിവാദത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും വിജിലൻസ് നോട്ടീസ്. ഈ മാസം 10-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. 21-നെ ഹാജരാകാനാകൂ എന്ന് കുമ്മനം. ഡൽഹിയിലെ വിവാദ ഇടനിലക്കാരൻ സതീഷ് നായർക്കും അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ്. അന്വേഷണം പുരോഗമിക്കുന്നതായി വിജിലൻസ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.